അദ്ദേഹം ഭക്ഷ്യ പൊതുവിതരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ജയിച്ചിരുന്നു. അദ്ദേഹം മന്ത്രിയായി സേവനം ചെയ്തു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയും മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അനൂപ് ജേക്കബ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 2012 TM ജേക്കബിന്റെ ആകസ്മികമായിട്ടുള്ള നിര്യാണത്തെ തുടർന്ന് പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പിന്നീട് 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചു കയറുന്നു. കന്നി ജയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഇത്തവണ അദ്ദേഹത്തിന് 44,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം തന്നെയാണ് പിറവം അനൂപ് ജേക്കബിന് സമ്മാനിച്ചിരിക്കുന്നത്. പിറവത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവാണ് അനൂപ് ജേക്കബ്. 2001 KSCയുടെ സംസ്ഥാന സെക്രട്ടറിയായും പിന്നീട് സംസ്ഥാന പ്രസിഡന്റായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി, 2006 സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു അനൂപ് ജേക്കബ്. ഏതായാലും തീർച്ചയായിട്ടും വളരെ ആവേശം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ആകെയുള്ള ഒരു MLA ആണ്. അദ്ദേഹം മന്ത്രി പദവിയിലേക്ക് എത്തുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. വീണ്ടും ഇതാ VD സതീശൻ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. 44,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പിറവത്തു നിന്നും ജയിച്ചു കയറുന്ന അനൂപ് ജേക്കബ് ഇതാ മന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു UDF മന്ത്രിസഭയിൽ. പിറവത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ്. I now invite Sri CP John, Minister Designate, to take the oath of office and oath of secrecy. CP ജോൺ സൗമ്യനായിട്ടുള്ള നേതാവാണ് CP ജോൺ. ഇത്തവണ പലതവണ അദ്ദേഹം